എങ്ങനെ കെട്ടീനെ? നീ പെണ്ണായി? നീ പെണ്ണാ? അസ്സലാമുഅലൈക്കും. റമദാൻ മുബാറക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇന്നലത്തെ ഇഫ്താർ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ ഇതിൽ ഒരു മടി പിടിച്ച ദിവസത്തെ ഇഫ്താർ എന്നൊക്കെ പറയാം. ഇന്നലെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തട്ടിക്കൂട്ട് റെസിപ്പീസാണ് ഇന്നലെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതാ ഞാനൊരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇന്നലെ കിച്ചണിലോട്ട് വരുന്ന സമയത്ത്. അപ്പോൾ അതാ കുട്ടികൾ പുറത്ത് കളിക്കുന്നുണ്ടായിരുന്നു. മേലത്ത് മൊത്തം മണ്ണാണ് കേട്ടോ ഇവറ്റുകളുടെ. ഇനിയിപ്പോൾ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ഇവറ്റകളെയൊക്കെ ഒന്ന് കുളിപ്പിച്ചിട്ട് വേണം നോമ്പ് തുറക്കാനായിട്ട്. അപ്പോൾ അതാ ഇവിടെ ഹസ്ബൻഡ് ബത്തക്കയും അതുപോലെ തന്നെ മറ്റേ ഇളനീരും ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഇളനീര് വെച്ചിട്ടുള്ള ഒരു സർബത്ത് തയ്യാറാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇന്ന് കസ്റ്റാർഡ് ഡ്രിങ്ക് ഉണ്ടല്ലോ, നമ്മുടെ ഐസ്ക്രീം വെള്ളം എന്ന് പറയുന്നത്, അത് കുടിക്കണമെന്ന് ഭയങ്കര ഒരു പൂതി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തയ്യാറാക്കാമെന്ന് വെച്ചിട്ട് ഞാൻ പാലൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. ജാഗന് കൊടുക്ക. നിന്റെ തല ആര് കെട്ടീനെ? തല ആര് കെട്ടീനെ? ഒക്കെ കാണിക്കപ്പാ. ഇപ്പൊ കാണിക്ക്. തല കാണിക്ക്, തല കാണിക്ക്. എങ്ങനെ കെട്ടീനെ? നീ പെണ്ണായി? നീ പെണ്ണാ? അപ്പോൾ സിയാനുവിൻ്റെ തലയൊക്കെ ഉമ്മ കെട്ടി കൊടുത്തിട്ടുണ്ട് പെൺകുട്ടികളെ മാതിരി. അപ്പോൾ ഞാൻ കസ്റ്റാർഡ് ഡ്രിങ്കിന് വേണ്ടിയിട്ട് കസ്റ്റാർഡ് പൗഡർ എടുക്കുകയാണ് കേട്ടോ. ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് പാലിലാണ് ഇപ്പോൾ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്ത് വെക്കുന്നത്. കാരണം എല്ലാം തണുക്കാൻ കുറച്ച് സമയം വേണമല്ലോ. ഓൾറെഡി 5 മണിയായി. അപ്പോൾ അതുകൊണ്ട് ഒരു 3 ടീസ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് പാലിൽ, തണുത്ത പാലിലാണ് കേട്ടോ, തണുത്ത പാലിൽ ഞാനിത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തിളക്കാൻ വെച്ചിട്ടുള്ള പാലിലോട്ട് ഇത് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുറുക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര ഡ്രിങ്ക് ആണോ വേണ്ടത് അത്രയും പാലെടുക്കുക, എന്നിട്ട് അത് തിളപ്പിക്കുക. അങ്ങനെയാണ് ശരിക്കും ഇത് വേണ്ടത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് കസ്റ്റാർഡ് പൗഡർ എടുക്കുക. പക്ഷെ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറച്ചൊരു എളുപ്പപ്പണിയാണ് ചെയ്യുന്നത്. കുറച്ച് പാലിൽ കുറച്ച് കട്ടിക്ക് തന്നെ കസ്റ്റാർഡ് ഒന്ന് കുറുക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് ജ്യൂസ് അടിക്കുന്ന സമയത്ത് തണുത്ത പാല് ചേർത്തിട്ട് ജ്യൂസ് അടിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്ന് നമുക്ക് ജ്യൂസ് അടിക്കാനുണ്ട്. ഇപ്പം ഇതേതായാലും കസ്റ്റാർഡ് പൗഡർ ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ കട്ടിയായി വരുന്ന സമയത്ത് അത് ഓഫ് ചെയ്താൽ മതി. ഇനി ഇത് തണുക്കാനായിട്ട് വെക്കണം കേട്ടോ. പെട്ടെന്ന് തണുക്കാനായിട്ട് ഞാനിത് വെള്ളത്തിലോട്ട് ഇറക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കസ്റ്റാർഡ് പൗഡർ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞതുകൊണ്ട് തന്നെ വലിയ കസ്റ്റാർഡ് പൗഡറാണ് വാങ്ങിക്കൊണ്ട് വന്നത്. ഇനിയിപ്പോൾ ഇത് ഈ നോമ്പിനൊന്നും തീരുമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിതുപോലത്തെ എയർടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. നമുക്ക് റെഡിയാക്കാം, കസ്റ്റാർഡൊക്കെ റെഡിയാക്കാം. പക്ഷേ ഇത്രയും കസ്റ്റാർഡ് പൗഡറൊന്നും തീരില്ലല്ലോ. ഇനി ഞാൻ ഒരു മടി പിടിച്ച ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്, ഒരു ഈസി സ്നാക്കാണ്. അപ്പോൾ അതാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 2 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഒരു 1/4 കപ്പ് നമ്മുടെ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
എന്താണെന്ന് വെച്ചാൽ കുറച്ച് കറിവേപ്പില, മല്ലിയില, അതുപോലെ തന്നെ ഒരു പകുതി പച്ചമുളക്. ഇത് വഴറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനില്ലാത്തൊരു സ്നാക്കാണ്. പിന്നെ ഒരു ടീസ്പൂണ് നമുക്ക് ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ എന്താണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബ്രെഡ് ഞാൻ ഓവനിൽ ഒളിപ്പിച്ച് വെച്ചതാണ് കേട്ടോ. കുട്ടികൾ ബ്രെഡ് കണ്ടാൽ പിന്നെ വെറുതെ കൊണ്ടുപോയി നശിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് ഓവനിൽ വെച്ചതാണ്. അപ്പോൾ ഈ ഒരു സ്നാക്കിന് പറയുന്നത് ബ്രെഡ് ഫിംഗേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതാ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ തയ്യാറാക്കിയ മിക്സിലോട്ട് ഈ ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ അത്രയേ ഉള്ളൂ, പണി കഴിഞ്ഞു. നല്ല ടേസ്റ്റിയാണ്, കറുമുറാന്ന് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. ഇനി ഇത് ഞാൻ കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. പിന്നെ നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ, അതും തണുത്തിട്ടുണ്ട്. അത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് സമയം കുറവായതുകൊണ്ട് തന്നെ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ആയിട്ടുള്ളത് ഞാൻ കഴുകിയെടുക്കുകയാണ്. കുട്ടികൾക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു അതിനിടയിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു സ്നാക്കും കൂടി തയ്യാറാക്കുന്നുണ്ട്. ഇതൊരു തട്ടിക്കൂട്ടി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായത് നിങ്ങൾക്ക്? നമ്മൾ മിനിഞ്ഞാന്ന് പോള ഉണ്ടാക്കിയ ദിവസം സമൂസ ഉണ്ടാക്കിയില്ലേ? അപ്പോൾ ആ സമൂസ ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. 2 സമൂസ മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ അതെന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ സമൂസ പൊട്ടിച്ചിട്ട് അതിൻ്റെ മസാല എടുത്ത് വെച്ചായിരുന്നു കേട്ടോ. ഫ്രീസറിൽ വെച്ചായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ബീഫ് പക്കോട പോലെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ആക്ച്വലി ഇത് പക്കോടയാണ്. അപ്പോൾ ആ മസാലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത് ബീഫിൻ്റെ മസാലയാണല്ലോ. അപ്പോൾ ബീഫ് പക്കോടയായില്ലേ? അതും എളുപ്പ പണിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്കോട മിക്സും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാത്തത്. അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മറ്റേ ഇഫ്താറിൻ്റെ സെക്കൻഡ് വ്ലോഗിൽ എങ്ങാണ്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അല്ലാത്ത ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ നമ്മുടെ കസ്കസ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ 2 ഡ്രിങ്ക്സിനും കസ്കസ് വേണം. ഇനി നമ്മൾ ഈ ഒരു ഇളനീരിൻ്റെ സർബത്ത് തയ്യാറാക്കാം കേട്ടോ.
ഇളനീരിൻ്റെയും വെള്ളവും കാമ്പും ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഡ്രിങ്കിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കസ്കസ് കുതിർത്തതും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട്. നമ്മൾ മൊത്തം ഇളനീരിൻ്റെ വെള്ളം എടുത്ത് ചെയ്യുവാണെങ്കിൽ പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല. അതിലോട്ട് കുറച്ച് കസ്കസ് ഇട്ട് കൊടുത്തിട്ട് മധുരം കുറവാണെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഇളനീര് കുറവാണെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പഞ്ചസാര ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മളിത് ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ബ്രെഡിൻ്റെ ഇതുണ്ടല്ലോ അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പുറത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയിൽ നമ്മുടെ ഫസ്റ്റ് ബാച്ച് പക്കവട റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റിയിട്ട് സെക്കൻഡ് ബാച്ചും കൂടെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്രെഡ് സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിനിടയിൽ നമ്മുടെ ഐസ്ക്രീം വെള്ളം തയ്യാറാക്കാനായിട്ട് ഞാൻ ഫ്രീസറിൽ നിന്നും മറ്റേ ഇത് പുറത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കസ്റ്റാർഡ് മിക്സ് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ പോലെ കട്ടിപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജ്യൂസ് അടിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പെർഫെക്റ്റ് റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും കുറുക്കി എടുത്തിട്ട് അത് തണുപ്പിച്ചെടുത്തിട്ട് ജ്യൂസ് അടിച്ചാൽ മതി. പിന്നെ എങ്ങനെ കുറച്ചധികം ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ. കുറച്ച് കട്ടിക്ക് തന്നെ കുറുക്കിയിട്ട് പിന്നെ അതിനനുസരിച്ച് പാലൊഴിച്ചിട്ട് ജ്യൂസ് അടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രെഡ് സ്നാക്കും കൂടെ നമ്മളിതിപ്പോൾ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് കഴിയുന്ന സ്നാക്കാണ്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ തിരിച്ചിട്ടിട്ട് കോരിയെടുത്താൽ മതിയാവും. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു 5 മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സ്നാക്ക് എന്നൊക്കെ പറയാം. ഈസിയാണ്, പക്ഷെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കഴിക്കാൻ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റിയാണ്. ചൂടോടെ കഴിക്കണം. നമ്മുടെ ഇന്നത്തെ നോമ്പുത്തറ വിശേഷങ്ങൾ ഇത്രയുമാണ്. ശരിക്കും മടി പിടിച്ച ദിവസത്തെ ഒരു നോമ്പുത്തറ എന്നൊക്കെ പറയാം. എളുപ്പത്തിൽ തട്ടിക്കൂട്ടി സ്നാക്സ് ഒക്കെയാണ് ഇന്നത്തേതെന്ന് പറയുന്നത്. പിന്നെ ഡ്രിങ്ക് രണ്ടും നല്ല ഡ്രിങ്ക് കേട്ടോ. സ്നാക്സ് ആണെങ്കിലും നല്ല സ്നാക്സ് തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു നോമ്പുതറ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്ത റെസിപ്പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.